കേരളത്തിൽ ഇന്ന് ദുഃഖവെള്ളി. കുവൈത്തിൽ തീയിൽ പൊലിഞ്ഞ 23 പേരുടെയും മൃതദേഹങ്ങൾ നിറക്കണ്ണുകളോടെ കേരളം ഏറ്റുവാങ്ങി. മികച്ചൊരു വരുമാനം, ഒരു വീട്, മക്കളുടെ പഠനം, സാമ്പത്തിക ബാധ്യതയിൽ നിന്നുള്ള മോചനം, അങ്ങനെ തുടങ്ങി പലവിധ സ്വപ്നങ്ങളുമായി പല കാലങ്ങളിൽ പല വിമാനങ്ങളിലായി കേരളം വിട്ട് കുവൈത്തിലെത്തിയ ആ 23 പേരും ഇന്ന് ഒരേ വിമാനത്തിൽ ചേതനമറ്റ ശരീരങ്ങളുമായി മടങ്ങിയെത്തി. തീപിടുത്ത വാർത്തയറിഞ്ഞ നിമിഷം മുതൽ ആപത്തൊന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു മാംഗഫയിലെ ആ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ജീവനക്കാരുടെ കുടുംബാംഗങ്ങളും ഉറ്റവരും. നെഞ്ചകം തകർത്തുകൊണ്ട് 24 മണിക്കൂറിനിടെ 24 പേരുടെ മരണവിവരങ്ങൾ കേരളം കേട്ടു. കണ്ണീരണിഞ്ഞു. കുവൈത്തിലെ മാംഗഫയിൽ തൊഴിലാളികളുടെ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 49 ഇന്ത്യക്കാരുടെയും മൃതദേഹങ്ങളുമായി വെള്ളിയാഴ്ച രാവിലെ 10:32 വ്യോമസേനാ വിമാനം കൊച്ചിയിൽ ഇറങ്ങിയത്. വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഒരിക്കലും തീരാ നഷ്ടമാണിതെന്ന് മൃതദേഹം ഏറ്റുവാങ്ങും മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കുവൈത്ത് സർക്കാർ ഫലപ്രദവും കുറ്റമറ്റതുമായ നടപടികൾ സ്വീകരിച്ചു. തുടർ നടപടികളും കുറ്റമറ്റ രീതിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്തം അറിഞ്ഞപ്പോൾ ഇന്ത്യ ഗവൺമെന്റും ശരിയായ രീതിയിൽ ഇടപെട്ടു. ഇനി ഇതുപോലൊരു ദുരന്തം സംഭവിക്കാതിരിക്കട്ടെ എന്ന ജാഗ്രതയോടുള്ള നടപടികളും ഉണ്ടാകണം. കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കുവൈത്ത് സർക്കാർ നേതൃത്വം കൊടുക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റും വേഗത കൂട്ടാൻ ശ്രമിക്കേണ്ടതുണ്ട്. നെറ്റലോടെയാണ് നാടാകെ വാർത്ത കേട്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.